അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, നരകത്തിന്റെ ചൂട് നരകത്തിന് പോലും സഹിക്കാൻ കഴിയാത്ത ചൂടാ. തലമറക്കാത്ത പെണ്ണ്, എല്ലാം ഇഷ്ടപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ ദീനിനെ മാറ്റിമറിച്ച ചെറുപ്പക്കാരാ, നരകത്തിന്റെ ചൂട് കേൾക്കുമ്പോ എന്താ നരകത്തിന്റെ ചൂടെന്നറിയോ? നരകത്തിന് പോലും നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയില്ല. ഒരാൾക്ക് അയാളുടെ ഭാരം അയാൾക്ക് തന്നെ താങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവൻ മറ്റൊരുത്തന്റെ മുമ്പിൽ മറിഞ്ഞു വീണാനുള്ള അവസ്ഥ എന്താ? ഇതേപോലെ നരകത്തിന്റെ ചൂട് നരകത്തിന് തന്നെ സഹിക്കാൻ കഴിയില്ല. ഹബീബായ മുത്ത് പഠിപ്പിച്ചു തരികയാ, നരകത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആ നടിക്കുന്ന ചൂട് ആ നരകത്തിന്റെ മറുഭാഗത്തെ ഭിത്തിയിൽ പോയി തട്ടിയപ്പോ ആ ഭാഗത്തെ നരകം അല്ലാഹുവിനോട് അവരാര് പറഞ്ഞു, അല്ലാ എന്റെ നേരെ എതിർഭാഗത്തെ നരകത്തിന്റെ ഭാഗത്ത് നിന്ന് ആഞ്ഞു വരുന്ന ചൂടെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. അപ്പോ മറുഭാഗം പറഞ്ഞു, മുൻഭാഗത്ത് നിന്ന് വരുന്ന ചൂട് എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ. നരകമെന്ന കത്തിക്കാളുന്ന മഹാപാതകികളുടെ കേകമായ നരകം തന്നെ റബ്ബിനോട് അവരാര് പറഞ്ഞു, റബ്ബേ വർഷങ്ങളായിട്ട് നീ എന്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ തീ കത്തിക്കുകയാ, നിന്റെ ദുർമാർഗികളെ കാത്തു ഞാൻ ഇങ്ങനെ നിൽക്കുകയാ. പക്ഷെ അല്ലാ 1000 വർഷം അല്ലാഹു നരകത്തെ ആളിക്കത്തിച്ചു. അതിന്റെ ഏറ്റവും വലിയ കളറ് ചുവന്ന കളറായി മാറി. വീണ്ടും 1000കണക്കിന് വർഷം അല്ലാഹു നരകത്തെ കത്തിച്ചു. ആ നരകത്തിന്റെ കളറ് കറുപ്പ് കളറായി മാറി. നരകം കറുകറുത്ത ഇരുട്ടിന്റെ ഒരു ഭാഗമാണ്. അവിടെയാണ് തേളുകളുള്ളത്. ആ നരകം തന്നെ പറയും, റബ്ബേ എത്രയോ വർഷങ്ങളായിട്ട് ഈ തീക്കുണ്ടാരം എന്റെ ഉള്ളിൽ കിടന്ന് കത്തുകയാ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ എന്ന് നരകമാവനാര് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, നരകമേ ചൂടുവല്ലാതെ സഹിക്കാൻ കഴിയാതെ വരുമ്പോ വർഷത്തിലൊരു പ്രാവശ്യം നീ ഒന്ന് ശ്വാസോച്ഛ്വാസം വിട്ടുകൊള്ളുക. ചൂട് സഹിക്കാൻ കഴിയാതെ വരുമ്പോ നരകം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതാണ്. ഭൂമിയിലെ ചൂട് കാടാൻ കാരണമെന്ന് കോപ്പർനിക്കസ് അല്ല, ഐസക് ന്യൂട്ടൺ അല്ല, ടോളമി അല്ല, ബെനിറ്റോ മുസോളിനിയുടെ ഏകാധിപത്യമല്ല. ഒരൊറ്റ രാത്രിയുടെ ഒരു സെക്കൻഡിന്റെ 10,000 അംശം കൊണ്ട് 7 ആകാശവും കടന്ന് പ്രപഞ്ചലോകത്തിന്റെ അത്ഭുത രഹസ്യങ്ങൾ പിറ്റേ ദിവസം ഹറമിൽ ചാരി നിന്ന് വാനലോകത്തേക്ക് നോക്കി പറഞ്ഞു കൊടുത്ത ഇസ്രായേലിന്റെ നായകനെ, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫി ദാജിൻ മിനൽ ളുലമി. പ്രാപഞ്ചിക ലോകത്തിന്റെ രഹസ്യം മുഴുവനും ഒരു സെക്കൻഡിന്റെ ഉള്ളിലെ യാത്രക്കുള്ളിൽ പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ ശാസ്ത്രജ്ഞരുടെ നേതാവേ നബിയുനാ റസൂലുള്ളാഹ്. ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നത് നരകം ഒരൊറ്റ പ്രാവശ്യം ശ്വാസോച്ഛ്വാസം വിടുമ്പടാ. കള്ളു കുടിക്കല്ലേ, നരകത്തിന് പോകുമേ. വ്യഭിചരിക്കല്ലേ, നരകത്തിന് പോകുമേ. പലിശ വാങ്ങിക്കരുത്, നരകത്തിന് പോകുമേ. അന്യ പെണ്ണിനോട് സല്ലപിക്കരുത്, നരകത്തിന് പോകുമേ എന്നൊക്കെ പറയുമ്പോൾ ലാഘവത്വത്തോട് ഇപ്പോഴും വാക്കവിയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന എന്റെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, ഫമാ അസ്ബറഹും അലന്നാർ, ഫമാ അസ്ബറഹും അലന്നാർ. നരകത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയുന്നതെങ്ങനെയാ? ഈ നരകത്തെ ലാഘവത്വത്തോടെ കാണാൻ കഴിയുന്നതെങ്ങനെയാ? തങ്ങളെ പലതും പറഞ്ഞു തരുമ്പോ ഓരോ ആയത്തുകൾ പറയുമ്പോ നരകത്തിലേക്ക് പോകല്ലേ, നരകത്തിലേക്ക് പോകല്ലേ, നരകത്തെ പേടിക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾ എന്താ ലാഘവത്വത്തോടെ കേൾക്കുന്നത്? എന്താ നരകത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. ഭാര്യ നിലവിളിച്ചു, എന്റെ ഭർത്താവിന് ബോധം കെട്ടുപോയി.
അയൽപക്കക്കാര് ഓടി വന്നു, വെള്ളം മുഖത്ത് തെളിപ്പിച്ചെഴുന്നേൽപ്പിച്ചു. മാലിക് ബിൻ ദീനാർ എന്തേ വീട്ടില് ഭാര്യയോട് സംസാരിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ബോധം കെടാനുള്ള കാരണം എന്താന്ന് ചോദിച്ചപ്പോ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്നെ കേൾക്കാനിന്റെ സദസ്സിനോട് ഞാൻ പകർന്നു തരികയാ. എനിക്കും നിങ്ങൾക്കും മനസ്സിനൊരു ഗുണപാഠമാവാൻ ബാക്കവി നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല. പലരും പറഞ്ഞതുപോലെ ബാക്കവി നിങ്ങളെ നന്നാക്കാൻ വന്നതല്ല. ബാക്കവി നിങ്ങൾ തെറ്റുകാരാന്ന് ചൂണ്ടിക്കാണിക്കാൻ വന്നതല്ല. വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. എന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ബാക്കവി എന്റെ വാത് കേട്ട ആളുകള് എത്രയോ പേര് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, എത്രയോ പേര് കള്ളുകുടി നിർത്തിയിട്ടുണ്ട്. പക്ഷെ വാത് പറഞ്ഞ നിനക്ക് എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാ പലപ്പോഴും വാത് കഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും വന്ന് അലാറം വെച്ച് കടന്ന പലപ്പോഴും സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്ത് സമാധാന പറയാ. അതുകൊണ്ട് ഈ വെള്ളക്കുപ്പായത്തിന്റെ കീഴിൽ നിങ്ങൾ പറഞ്ഞു പരിചരിക്കുന്നതല്ല, നിർവ്യാധ ഹൃദയത്തോടെ ഞാൻ പറയാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല. ഇതൊരു അലക്കുകാരന്റെ പ്രസംഗമാണ്. അലക്കുകാരൻ തുണി അലക്കിയാൽ ആദ്യം അവന്റെ കൈയാണ് വെളുക്കുക, പിന്നെയാണ് തുണി വെളുക്കുക. ഇത് അവനവന്റെ കൈ വെളുക്കാൻ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ അയൽപക്കത്തെ വീട്ടില് കുറെ പാഴ്വസ്തുക്കൾ, വേണ്ടാത്ത വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് വെച്ച് അയൽപക്കക്കാര് തീയിട്ട് കത്തിച്ചു. ആ തീ കണ്ടപ്പോ ഞാൻ പേടിച്ചു ബോധം കെട്ടു വീണുപോയതാ. ചിന്തിക്കു നിങ്ങൾ അയൽപക്കത്ത് അനാവശ്യ വസ്തുക്കൾ കൂട്ടിയിട്ടിട്ട് തീ കൊളുത്തിയപ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി താഴെ വീണുപോയത്രേ. അതിന് മാലിക് ബിൻ ദീനാറേ നിങ്ങൾക്ക് എന്ത് കുഴപ്പം? ആ അയൽപക്കത്തെ വീട്ടുകാർ അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ട് തീ കത്തിച്ച് കളഞ്ഞില്ലേ? നാളെ പരലോകത്ത് പോകുമ്പോ മാലിക് ബിൻ ദീനാർ ഒരു പാഴ്വസ്തുവല്ലേ? മാലിക് ബിൻ ദീനാറിനെ കൊണ്ട് അല്ലാഹുവിന്റെ എന്ത് ഗുണമാണ്? അവനെ കുറിച്ച് എന്ത് ആവശ്യമാണുള്ളത്? ആർക്കും വേണ്ടാത്തതിന് മനുഷ്യൻ പോലും തീയിട്ട് കരിക്കുമ്പോ ആർക്കും വേണ്ടാത്ത മാലിക് ബിൻ ദീനാറിന് നാളെ പരലോകത്ത് അല്ലാഹു നരകത്തിന്റെ തീയിലിട്ടാൽ അതോത്തിട്ട് ഞാൻ കരഞ്ഞതാണെന്ന് മഹാനായ സയ്യിദുനാ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അയൽപക്കത്ത് കണ്ട തീനാളത്തിന് പോലും നരകത്തിന് ആദാബിനെ കണ്ടവർ. ഇവരാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അനുയായികൾ. സൃഷ്ടിച്ച പ്രവാചകന്റെ ഏറ്റവും വലിയ അനുയായികൾ. അല്ലാഹു നമുക്ക് ആ ചിന്ത തരട്ടെ. അല്ലാഹുവേ 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 ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹു നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഇടിക്കൂട്ടിരുത്തന്റെ കൈയിടം മർമ്മമറിഞ്ഞ് പ്രഹരിച്ചിട്ട് എതിരാളികളെ താടവീഴ്ത്തിയ കാശ്യസ്കളെ മുസ്ലിമായിട്ടും മുഹമ്മദിനിയായപ്പോ റമളാനിന് മുമ്പ് മരണപ്പെടുമ്പോ 10,000 ആളുകൾ ആലിമീങ്ങള് സാദാത്തുകള് മുഹമ്മദ് അലിയുടെ മയ്യത്ത് വഹിച്ചു കൊണ്ടുപോകുമ്പോ മുഹമ്മദ് അലി എന്നറിയോ അറുത്തവനായ അവഹേളനം കാരണത്താൽ തനിക്ക് കിട്ടിയ ഒളിമ്പിക്സിന്റെ മെഡൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന മുഹമ്മദ് അലി. ആ മുഹമ്മദ് അലി പറയാ, ഞാനൊരു പുകവലിക്കാരനല്ല, എന്നാലും ഞാൻ എന്റെ പോക്കത്തിനൊരു തീപ്പെട്ടി എപ്പോഴും വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. ഞാനൊരു പുകവലിക്കാരനല്ല. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ നസീഹത്തുകൾ ഏതാണ് ഒരു മനുഷ്യന് നൽകാൻ കഴിയുക? പുകവലിക്കുന്ന ശീലം എനിക്കില്ല, എന്നിട്ട് ഞാൻ പോക്കറ്റിലൊരു തീപ്പെട്ടി വെക്കാറുണ്ട്. എന്തിനെന്നറിയോ? ഒരു തെറ്റ് ചെയ്യാൻ എന്റെ ശരീരം എന്നെ നിർബന്ധിക്കുമ്പോ, ആ തെറ്റ് ചെയ്യുമെന്ന് ഉറപ്പാകുമ്പോ തീപ്പെട്ടി ഉരസിയിട്ട് തീയെടുത്തിട്ട് എന്റെ കയ്യിൽ ഞാൻ ചേർത്ത് വെക്കും. എന്റെ മാംസം വേകുമ്പോ ഞാൻ വേദനയോടെ കൈ ഇങ്ങനെ പിൻവലിക്കുമ്പോ ഞാൻ പറയും, മുഹമ്മദ് അലി, ഒരു തീപ്പെട്ടിയുടെ തീ പോലും നിനക്ക് ഇവിടെ കൊള്ളാൻ കഴിയുന്നില്ല. ഈ തെറ്റ് ചെയ്താൽ പിന്നെ നിനക്ക് നരകമല്ല കിട്ടുക. ദുനിയാവിലെ തീപ്പെട്ടിയുടെ തീ പോലും അനുഭവിക്കാൻ ക്ഷമയില്ലാത്ത മുഹമ്മദ് അലി, നാളെ നീ നരകത്തിന്റെ തീയെ എങ്ങനെ സഹിക്കും മുഹമ്മദ് അലി എന്ന് തെറ്റ്
തെറ്റ് ചെയ്യുമ്പോൾ എന്നെ നരകത്തെ കുറിച്ച് ഓർപ്പിപ്പിക്കാൻ എന്റെ പോക്കറ്റിന് ഞാൻ തീപ്പെട്ടി വെച്ച് നടക്കുമായിരുന്നെന്ന് പറഞ്ഞത് സഹാബിയല്ല, താബിയല്ല, ലോകത്തിന്റെ ഏറ്റവും വലിയ ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യന് തന്റെ ഉരുക്കുമുട്ടി കൊണ്ട് എതിരാളികളെ ചവിട്ടി പിടിച്ച മഹാനായ മുഹമ്മദ് അലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരു മഹാനെ അങ്ങനെ പറയാൻ കഴിയൂ? നമ്മുടെയൊക്കെ പോക്കറ്റിൽ തീപ്പെട്ടിയുണ്ട്. എന്തിന്? പുകയ്ക്കാൻ. ആ ശീലം അല്ലാഹു നമ്മളിൽ നിന്ന് മാറ്റി തരട്ടെ. ആമീൻ പറയൂല. ഇപ്പോഴും സയ്യിദ് ദുഖാനി കാരാപടി പോക്കറ്റുമേ വെച്ചിട്ടായിരിക്കുക. അത് മാറ്റണം. അതൊരു ശീലമാവാൻ പാടില്ല. അത് മാറ്റണം. അത് വലിയ അപകടമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. മുഹമ്മദ് അലി പറഞ്ഞു, ഇതാരുടെ സ്വഭാവമാണ്? ഇതാരുടെ സ്വഭാവമാണ്? ലണ്ടനിലെ ഒരു സ്കൂളിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? ചിലർ പറഞ്ഞു എഞ്ചിനീയർ ആവണം, ചിലർ പറഞ്ഞു ഡോക്ടർ ആവണം. ഒരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോനെ നിനക്കാരാവണം? ആ കുട്ടി പറഞ്ഞു, എനിക്കൊരു സഹാബിയാവും. വളാഞ്ചേരിയിലല്ല, കൊപ്പം ഹൈസ്കൂളിലല്ല, എവിടെ? ലോക നാഗരികതയുടെ കളിപ്പാവാടയുടെ ഊഞ്ഞാലെന്ന് നമ്മൾ പറഞ്ഞ ലണ്ടൻ നഗരത്തിലെ യൂറോപ്പിന്റെ ടൈയും കെട്ടിയ കുട്ടികളോട് ചോദിച്ചു, മോനെ നിനക്കാരാവണം? ആ കുട്ടി പറഞ്ഞ മറുപടി, എനിക്ക് സഹാബിയാവും. ടീച്ചറിന് മനസ്സിലായില്ല. ആംഗലേയ ഭാഷക്കാരിക്ക് ചോദിച്ചു, ഹു ഈസ് സഹാബി? ആരാണ് സഹാബി? ആ കുട്ടി സഹാബിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആരാ സഹാബി? എന്റെ മോനെ എങ്ങനെ നോക്ക്, നിനക്കാരാവണം? സിനിമാ താരാവണം. എല്ലാ കുട്ടികളും ഫ്രീക്കന്മാരായി. താഴോട്ട് കിടന്ന മുടി മേപ്പോട്ടായി. താഴോട്ട് കിടന്ന മുടി മേപ്പോട്ടായി. മാവിന്റെ മാങ്ങായിൽ പണ്ട് പൊണ്ണു പിടിച്ചതുമാരിയാണ് അവന്റെ തലേമേൽ മുടിയിരിക്കണം. കുട്ടികളെ, ലണ്ടനിലെ ആളുകൾക്ക് സഹാബിയാവണം. ലണ്ടനിലെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ സഹാബിയാകണം. ഉന്നത വിദ്യാഭ്യാസമുള്ള ലണ്ടൻ നഗരത്തിലെ യൂറോപ്യന്മാർക്ക് സഹാബിയാവണം. 10 വർഷം ആവർത്തിച്ചെഴുന്നേറ്റിട്ടും 210 മാർക്ക് തികച്ചു കിട്ടാത്ത മലയാളിയുടെ മക്കൾക്ക് രജനീകാന്ത് ആവണം, സൽമാൻ ഖാൻ ആവണം, സഹാബിയാവണം. കുട്ടി പറഞ്ഞു. ടീച്ചർ ചോദിച്ചു, മോനെ ഹു ഈസ് സഹാബി? ആരാണ് സഹാബി? ആ കുട്ടി തന്റെ ഉമ്മ പറഞ്ഞു കൊടുത്ത സഹാബിയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. പിറ്റേ ആഴ്ച അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആംഗലേയ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ. സഹാബിയെ പോയിട്ട് നബിയെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും 8 എന്നാ പിന്നെ അത് തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കാം. അള്ളാന്റെ റസൂലിനെ പോലെ സുന്നത്ത് പോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടി പറഞ്ഞു കൊടുത്തു, എനിക്ക് സഹാബിയാവണം. ആർക്കും ഒരു ചെറുപ്പക്കാരായ എനിക്കൊരു അബ്ദുല്ലാഹി ബിൻ ഉമർ ആവണം, എനിക്കൊരു സയ്യിദ് ബിൻ അബീ വഖാസ് ആവണം, എനിക്കൊരു ഹംസത്തുൽ കറാർ ആവണം. ഖൈബറിന്റെ രണാങ്കണത്തിൽ ഈറ്റപ്പുലിയെ പോലെ ചാടുവിരിട്ട് മുത്തേ, എന്റെ നെഞ്ചകത്തിൽ അമ്പ് തറച്ചാലല്ലാതെ അങ്ങയുടെ വിരൽ കൊടിയിൽ അസ്ത്രം തൊടുകയില്ലെന്ന് പറഞ്ഞ എന്റെ അലിയിൽ മുർത്തല എനിക്കാവണമെന്ന് പറയുന്ന സഹാബിയാവാൻ. ആരാ സഹാബി എന്നറിയോ? സഹാബാക്കളുടെ സ്വഭാവമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഒരു ദിവസം രാവിലെ മുതൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ മഹ്ശറയെ കുറിച്ച് പറഞ്ഞു. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പരലോകത്തെ കുറിച്ച് പറഞ്ഞ് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ എനിക്ക് നരകത്തെ കുറിച്ചുള്ള പേടിയായി. എന്റെ വീട്ടിലെ വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്കിലേക്ക് എന്റെ വിരൽ വെച്ചിട്ട് ആ വിളക്കിന്റെ ചൂടിൽ എന്റെ വിരൽ വലിച്ചപ്പോ ഞാൻ ചോദിച്ചു, അനസേ, ഈ വിളക്കിന്റെ ചൂട് പോലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് നരകത്തെ എങ്ങനെ സഹിക്കാൻ കഴിയും? മനസ്സേ, ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോയാൽ വാത് കേട്ടിട്ട് വിളക്ക് കത്തിച്ചിട്ട് വിളക്കിന്റെ വെളിച്ചത്തിൽ ആ വിളക്കിന്റെ തീയിലേക്ക് തീനാളത്തിൽ വിരൽ വെച്ചിട്ട് നരകത്തെ പഠിച്ച സഹാബത്തിന് പിന്നീട് ഒരു പതിപ്പുണ്ടായത് അങ്ങകലെ അമേരിക്കൻ ഐക്യനാടുകള്, അങ്ങകലെ മുഹമ്മദ് അലിയാണ്. ആ മുഹമ്മദ് അലി തീപ്പെട്ടി ഉരച്ചിട്ട് നരകത്തെ പരിശീലിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷ തരുമാറാകട്ടെ. എപ്പോഴും പടച്ചറപ്പിനോട് പറയണം, അള്ളാഹുവേ, അള്ളാന്റെ യഥാർത്ഥ അടിമകളുടെ അടയാളം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. യഥാർത്ഥ
അടിമകൾ ഏത് സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ അല്ലാ എന്ന് റബ്ബിനോട് ഒരു ദുആ ചെയ്യുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു പ്രാർത്ഥന നിത്യമാക്കണം. ഏതാണത്? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് പറഞ്ഞ് നമുക്ക് പിരിയാം. അമിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും തമ്മിൽ പരസ്പരം കാണുന്ന ഒരു സമയം വരും. ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ അടിമകളായ ഞാനും ഉടമയും തമ്മിൽ പോയി നിൽക്കും. വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അന്ന് അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ഒരു മറയുണ്ടാവില്ല. റബ്ബേ റബ്ബേ ഒരു മറയില്ലാതെ ഏകാധിപതിയായ കഹ്ഹാറായ നിന്റെ മുമ്പിൽ ഞങ്ങൾ വന്നു നിൽക്കുമ്പോ അല്ലാഹു പറയാണ് അവന്റെയും നമ്മുടെയും ഇടയിൽ മറയില്ല. ആ സമയത്ത് ഏകനായ റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് പോയി നിൽക്കുമ്പോ ഫയൻദുർ അയ്മന മിൻഹു, അവൻ പരിഭ്രാന്തിയോടെ മുമ്പിലേക്ക് നിൽക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലിഹി, അവൻ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മമല്ലാതെ മറ്റൊന്നും അവന് കൂട്ടില്ല. ഒരു സൽക്കർമ്മവും കാണാത്തപ്പോ ഫയൻദുർ അശ്ശമ മിൻഹു, ഇടത് ഭാഗത്തേക്ക് അവൻ നോക്കും. അവിടെയും അവൻ ചെയ്ത സൽക്കർമ്മങ്ങളെ ബാക്കിയുള്ളൂ. ഒന്നുമില്ലാതെ ഫലായ അവൻ മുമ്പിലേക്ക് നോക്കുമ്പോ ഫലായുറാ ഇല്ലന്നാറ തിൽകാ വജ്ഹിഹി, അവന്റെ മുഖത്തിന്റെ മുമ്പിൽ നരകം ഇങ്ങനെ ആളിക്കത്തുകയാണ്. അല്ലാഹു കാക്കട്ടെ. ഇത് അഹ്മദ് കബീറിന്റെ അവസ്ഥ, ഇത് നിങ്ങളുടെ അവസ്ഥ. ആ മുമ്പിലേക്ക് പരിഭ്രാന്തിയോടെ നോക്കുമ്പോ നരകം ഇങ്ങനെ കാളിക്കത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ സമയത്ത് ഇത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. വലൗ ബിശിക്കി തമറ, അതൊരു കാരക്കയുടെ കഷണം കൊണ്ടാണെങ്കിലും ഒരു കാരക്ക സദക്ക ചെയ്തിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തു നിൽക്കണേ. സദക്ക ചെയ്യേണ്ടിടത്ത് ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ വലൗ ബിശിക്കി തംറ, ഒരു കാരക്കയുടെ ഒരു കീറ് കൊടുത്തിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.